നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ്റെ മീനൻ രാശിയിലേക്കുള്ള മാറ്റവും ആ മാറ്റത്തോടനുബന്ധിച്ച് മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളുമാണ്. സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ എടുക്കുന്ന സമയം ഒരു മാസമാകുന്നു, 30 ദിവസക്കാലമാകുന്നു. മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെ ഇതിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. സൂര്യനോട് എപ്പോഴും കൂടെ നിൽക്കുന്ന ബുധനും 30 മുതൽ 45 ദിവസം വരെയാണ് എടുക്കുന്നത്. അപ്രകാരം തന്നെ തുല്യമായി ഏകദേശം ശുക്രനും ചൊവ്വയും അങ്ങനെ തന്നെയാണ്. വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ 1 വർഷം എടുക്കുന്നു. ശനിയാകട്ടെ 2.5 വർഷം, രാഹുകേതുക്കൾ 1.5 വർഷവും. ഇവിടെ സൂര്യൻ്റെ ചാരവശാലുള്ള ഒരു മാസക്കാലത്തെ ഫലനിരൂപണമാണ് ഡോക്ടർ മാരാജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. 1200 കുംഭമാസം 30-ാം തീയതി, അതായത് 2025 മാർച്ച് മാസം 14-ാം തീയതി വെള്ളിയാഴ്ച ഉദ്ദേശം വൈകിട്ട് 6:30 കുംഭമാസത്തിൽ നിന്നും മീനമാസത്തിലേക്ക് സൂര്യൻ്റെ പ്രയാണം. ഇതിന് മീനരവി സംക്രമമെന്നാണ് പറയുന്നത്. ഇവിടെ മീനൻ രാശിയിൽ സൂര്യൻ വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടത്തിലേക്ക് ആരോഹണക്രമത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെയധികം ഗുണമാണ്. കഴിഞ്ഞ 2 മാസം മകരവും കുംഭവും സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിച്ച മാസങ്ങളാണ്. പക്ഷേ ആശ്രയഫലം അത്ര ഗുണമായിരുന്നില്ല മകരത്തിലും കുംഭത്തിലും. പക്ഷേ മീനത്തിൽ സൂര്യൻ്റെ ആശ്രയഫലം വളരെ ഗുണമാണ്. തോയോത്ഥ പണ്യവിഭവ വനിതാധൃതശ്ച അന്ത്യേ. തോയ ഉത്ഥ പണ്യവിഭവ, ജലവുമായി ബന്ധപ്പെടുന്ന വസ്തുക്കളിൽ നിന്നുമുണ്ടാകുന്ന ലാഭം സൂര്യൻ പ്രദാനം ചെയ്യും മീനൻ രാശിക്കാർക്ക്. സ്വതവേ മീനം ഒരു ജലരാശിയാണ്. അതിൻ്റെ ചിഹ്നം തന്നെ 2 മത്സ്യങ്ങളാണ്. അതിനാൽ ജലവുമായിട്ട് ബന്ധപ്പെടുന്ന പദ്ധതികളെല്ലാം തന്നെ വിജയിക്കും മീനമാസത്തിൽ സൂര്യൻ വരുമ്പോൾ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വനിതാധൃത, വനിതകളാൽ, സ്ത്രീകളാൽ ആദരിക്കപ്പെടുക എന്നൊരു വലിയ ഫലവും കൂടിയുണ്ട്. തൻ്റെ വീട്ടിൽ തന്നെ സ്ത്രീകളാൽ ആദരിക്കപ്പെടുക, ബഹുമാനിക്കപ്പെടുക, അല്ലെങ്കിൽ പ്രാധാന്യം ലഭിക്കുക, ദാമ്പത്യത്തിലൊക്കെ തന്നെ തൻ്റെ കർമ്മമേഖലയിൽ അന്യ സ്ത്രീകളാൽ തനിക്ക് ആദരവ് ലഭിക്കുക, ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ഇവിടെ സൂര്യൻ പ്രദാനം ചെയ്യുന്നതാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് 4ാമത്തെ രാശിയായ കർക്കിടകം രാശിക്കാരുടെ ചാരവശാലുള്ള ആദിത്യൻ്റെ മീനൻ രാശിയിലേക്കുള്ള മാറ്റവും എപ്രകാരം ബാധിക്കുന്നു എന്ന വിഷയവുമാണ്. പുണർദം നക്ഷത്രത്തിലെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് 9ാം ഭാവത്തിലാണ്. 9ാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ പ്രായണ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ധർമ്മേ സുത അർത്ഥ സുഖഭാഗ്. സുതം ശാസ്ത്രം, അർത്ഥം ധനം, ഇതൊക്കെ ഇതിനൊക്കെ ഭാജനമാകുമെന്നാണ്. സുഖം അർത്ഥം ധനഞ്ച ഭജതെ ഇതി സുഖാർത്ഥ ഭാഗ്. കർക്കിടക രാശിക്കാർക്ക് സൂര്യൻ നല്ല സ്ഥാനത്ത് നിൽക്കുന്നു. മേൽപ്പറഞ്ഞ അഭിപ്രായം പറഞ്ഞത് ഹോരാശാസ്ത്രത്തിൻ്റെ പണ്ഡിതനായ വരാഹമിഹിര ആചാര്യനാണ്. കഴിഞ്ഞ 2 മാസക്കാലം സൂര്യൻ മകരത്തിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 1 മാസം കുംഭത്തിലായിരുന്നു. കുംഭത്തിൽ വളരെ മോശമായിരുന്നു. പോലീസ് കേസ്, കോടതിയിൽ പോവുക, സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാവുക, അന്യ സ്ത്രീകളുമായി താല്പര്യം വരിക, രമിക്കുക, അതിലൂടെ പ്രയാസങ്ങൾ അനുഭവിക്കുക, ഇതൊക്കെ കഴിഞ്ഞു. സൂര്യൻ നല്ലൊരു സ്ഥാനത്തേക്കാണ് പോകുന്നത്, 9ാം ഭാവത്തിൽ. അവിടെ കഠിനാധ്വാനത്തെ സൂചിപ്പിക്കുന്നു. ആ കഠിനാധ്വാനത്തിലൂടെ ധനപരമായ അഭിവൃദ്ധിയും ഉണ്ടാകുന്നു. കാരണം സൂര്യൻ ഇവിടെ കർക്കിടകം രാശിക്കാർക്ക് 2ാം ഭാവാധിപനാകുന്നു. എന്താണ് 2ാം ഭാവം? ഭർത്തവ്യം, താൻ ഭരിക്കപ്പെടേണ്ടുന്ന ജനങ്ങളാണ്. പോഷ്യജനാഹ, താൻ സംരക്ഷിക്കപ്പെടേണ്ടുന്ന തൻ്റെ കുടുംബമാണ്, പരിവാരം. അപ്പോൾ തൻ്റെ പരിവാര കുടുംബമാകുന്നു 2ാം ഭാവം. അത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. നല്ലൊരു കുടുംബമുണ്ടാകുന്നു. അഖിലം വിത്തം, തൻ്റെ ധനപരമായ ഉയർച്ചയെ സൂചിപ്പിക്കുന്നു. അതിനാൽ ഉയർന്ന തൊഴിൽ ലഭിക്കുന്നു. വാണി ചക്ഷുശ്ച ദക്ഷിണം, തൻ്റെ വലത്തെ കണ്ണാകുന്നു. അത് 9ാം ഭാവമായിട്ട് ബന്ധമില്ല.
പക്ഷേ വാണി തൻ്റെ വാക്കുമായി ബന്ധമുണ്ട്. പ്രൗഢമായ വാക്കുകൾ ഉപയോഗിച്ച് തൻ്റെ ആത്മപ്രഭാവം വ്യക്തിത്വത്തെ ഊട്ടി ഉറപ്പിക്കുവാൻ ഈ 9-ാം ഭാവത്തിലെ സൂര്യൻ സഹായിക്കുന്നു. വിദ്യാജ വിവിധാഭ്യത സർവം ചിന്യം ഹി ദ്വിതീയത. വിവിധ രീതിയിലുള്ള വിദ്യകളെ ചിന്തിക്കണം. ഇവിടെ മീനൻ രാശിയിൽ നിൽക്കുന്നൊരു വ്യക്തിക്ക് സപ്പോസ് അദ്ദേഹം ഷിപ്പിൽ ജോലിയാണെങ്കിൽ തോയൊത്ത പണ്യ വിഭവ, അദ്ദേഹത്തിന് വെള്ളത്തിലൂടെ ഷിപ്പിങ്ങിലൂടെ കാശുണ്ടാക്കുന്നു. മറ്റൊരു വ്യക്തിക്ക് ഒരുപക്ഷേ നല്ലൊരു ജോലി ലഭിക്കുക ഹോട്ടൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെടുന്ന സ്ഥലത്താണ്. ഹോട്ടലുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ തൻ്റെ പ്രാമാണിത്വം വരുന്നു. തുഴച്ചിലുകാർക്ക് നല്ല ഗുണം വരുന്നു. നേവൽ ഓഫീസേഴ്സിന് നല്ല ഗുണം വരുന്നു. മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നല്ല ഗുണം വരുന്നു. ഇവർക്കൊക്കെ പ്രൊമോഷൻ ലഭിക്കുന്നു 9-ൽ സൂര്യൻ നിൽക്കുമ്പോൾ. ഒരു സംശയവും വേണ്ട. സ്വതവേ കർക്കിടക രാശി ജലരാശിയാണ്, സമുദ്രതീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിൻ്റെ ഭാഗ്യരാശിയാണ് മീനൻ രാശി, മറ്റൊരു ജലരാശി. അതിനാൽ വെള്ളവുമായിട്ട് ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഫോർ സപ്പോസ് എ ഗുഡ് ജ്യൂസ് മേക്കർ, അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകാനുള്ള അവസരമുണ്ടാകുന്നു. വിദേശത്ത് പോയി രക്ഷപ്പെടുവാനുള്ള അവസരമുണ്ടാകുന്നു. കർക്കിടക രാശിയുടെ സ്വഭാവം അതാണ്. ജലാശയ നിർമ്മാണശീല, വെള്ളം ജലവുമായി ബന്ധപ്പെടുന്ന സങ്കേതങ്ങൾ. ഫോർ എക്സാമ്പിൾ പ്ലംബേഴ്സിന് ഇപ്പം നല്ല സമയമായിരിക്കാം. അവർക്ക് ഫയർ ആൻഡ് സേഫ്റ്റി കഴിഞ്ഞു, പ്ലംബേഴ്സ് കഴിഞ്ഞവർക്ക് വിദേശത്തേക്ക് ജോലിക്ക് അനുകൂലമായ സമയമാണ്. അതിനാൽ വിദേശവുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ നല്ല സമയമാണ്. ജലവുമായിട്ട് ബന്ധപ്പെടുന്നവർക്കൊക്കെ വിജയിക്കുവാനുള്ള അവസരമാണ് ഈ ഒരു മാസക്കാലം. അതിനുവേണ്ടി ഉത്സാഹിക്കണം. കാരണം അടുത്ത മാസം സൂര്യൻ മേടത്തിലേക്കാണ് വരുന്നത്, ഏറ്റവും നല്ല ശക്തമായ ഭാവത്തിലേക്ക് വരുന്നു. അതിനുശേഷം 11-ാം ഭാവത്തിലേക്ക് വരുന്നു. അതിനാൽ 90 ദിവസങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഉത്സാഹങ്ങളും കർക്കിടക രാശിക്കാർ ഇപ്പോൾ തന്നെ ചെയ്യുക. ചമത്കാരി ചിന്താമണിയിൽ വളരെ മനോഹരമായാണ് 9-ലെ സൂര്യനെ വർണ്ണിച്ചിരിക്കുന്നത്. ദിവാനായികയെ ദുഷ്ടത കോണയാതെ. 9-ൽ സൂര്യൻ വരുമ്പോൾ ചില ദുഷ്ട സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കും. അനാവശ്യമായ മുരട് സ്വഭാവങ്ങൾ, വാശി, വൈരാഗ്യബുദ്ധി പ്രകടിപ്പിക്കും. അതിലൂടെ ബുദ്ധിമുട്ടുകൾ വരാതെ നോക്കുക. അതിനെക്കാട്ടും കഷ്ടമാണ് 9-ൽ ചൊവ്വ വരുമ്പോൾ. ധർമ്മേഘവാൻ എന്നാണ്, പാപവരുതി ഉണ്ടാകുമെന്നാണ്. പാപവാസന, കുറ്റവാസന അത്രത്തോളം സൂര്യനില്ല. പക്ഷേ ദുഷ്ട സ്വഭാവങ്ങൾ, ദുഷ്ടത കൈവരുന്ന സമയമാണ്, ശ്രദ്ധിക്കുക. അനാവശ്യമായ വിവാദങ്ങളോ അല്ലെങ്കിൽ പക, അതിലൂടെയൊക്കെ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ വരാതെ നോക്കുക. കോണയാതെ 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ, ത്രികോണം എന്നാൽ 5, 9 ഭാവമാകുന്നു. ഇവിടെ 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ന ചാപ്നോതി ചിന്താവിരാമ അസ്യ ചേത. ഇദ്ദേഹത്തിൻ്റെ മനസ്സിനൊരിക്കലും ചിന്തയ്ക്ക് അവസാനം ഉണ്ടാകുന്നില്ല, എപ്പോഴും ചിന്തയായിരിക്കും. തപശ്ചര്യയ അനിച്ഛയാഭിപ്രയാതി. താൻ ഇഷ്ടമില്ലാതെ തപസ്സനുഷ്ഠിക്കും, ഇഷ്ടമില്ലാതെ തീർത്ഥാടനത്തിൽ പോകേണ്ടി വരും, പ്രാർത്ഥിക്കേണ്ടി വരും. അതിനാൽ മറ്റുള്ളവരുടെ പ്രേരണ കാരണം എന്ത് ചെയ്യരുത്? കർക്കിടക രാശിക്കാർ പ്രാർത്ഥിക്കുവാനോ അല്ലെങ്കിൽ തീർത്ഥാടനത്തിനോ സ്പിരിച്വലായി ആത്മീയമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്കോ ഇപ്പോൾ വ്യാപൃതരാകേണ്ട, അനുകൂലമല്ല. സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം സഞ്ചരിക്കണം, ട്രാവൽ ചെയ്യുക, അതിന് ശ്രമിക്കുക. തപ്യതെ സോദരേണ. തൻ്റെ സഹോദരനാൽ തനിക്ക് ദുഃഖം വരുമെന്നൊരു ഫലമുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? 2-ാം ഭാവം മാരകസ്ഥാനമാകുന്നു. ഈ മാരകസ്ഥാനത്തുള്ള ഗ്രഹം 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് 3-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. 3-ാം ഭാവം സഹോദരങ്ങളും സഹായികളുമാണ്. അതിനാൽ സഹോദരങ്ങൾക്ക് നല്ലതല്ല. സഹോദരങ്ങൾ കാരണം തനിക്ക് ദുഃഖം വരും, അല്ലെങ്കിൽ സഹോദരങ്ങളിലൂടെ തനിക്ക് ദുഃഖം വരുമെന്നൊരു ഫലമുണ്ട് 9-ൽ സൂര്യൻ വരുമ്പോൾ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ശ്രദ്ധിക്കേണ്ടത് 9-ാം ഭാവം ആരാകുന്നു? പിതാവാകുന്നു. പിതൃകാരകനായ സൂര്യൻ 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അച്ഛന് വളരെ ദോഷമാണ് ഈ ഒരു മാസം. അതിനാൽ അച്ഛൻ്റെ ആരോഗ്യ വിഷയത്തിൽ, പ്രായമുള്ള അച്ഛനാണെങ്കിൽ, രോഗിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ, അദ്ദേഹത്തിൻ്റെ നക്ഷത്രത്തിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്യണം. തൻ്റെ സഹോദരൻ്റെ പേരിൽ ചെയ്യണം. ക്രിയാതുങ്കത, ഉന്നതമായ ജോലി ലഭിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ തൻ്റെ കർമ്മമേഖല ഒരു ദൃഢതയുണ്ടാകാൻ, തൻ്റെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, തൻ്റെ പേഴ്സണാലിറ്റി, തൻ്റെ ആത്മവിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കാം 9-ലെ സൂര്യൻ. ആ വിഷയത്തിൽ ഇതൊക്കെ വളരെ നല്ലതാണ്. അതിനാൽ ഇവിടെ പ്രാർത്ഥനയൊക്കെ പറഞ്ഞു. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം, ആദിത്യ ഹൃദയമന്ത്രം ജപിക്കുക. ഇതൊക്കെ ചെയ്ത് വളരെ ഗുണപരമായൊരവസ്ഥ സംജാതമാകട്ടെ. പിതാവിന് ദോഷമാണ്, പിതാവിൻ്റെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കുകയാണ്. ഗുരുജനങ്ങൾക്ക് ദോഷമാണ്. ഗുരുജനങ്ങളുമായി തർക്കത്തിലേർപ്പെടേണ്ടുന്ന സമയമല്ല. ദുഷ്ടത എന്നൊരു ഫലം വരുമ്പോൾ ഗുരുജനങ്ങളെയും പിതാവിനെയും അല്ലെങ്കിൽ പ്രായമുള്ളവരെയും ബഹുമാനിക്കാനാണ് ഈ ഒരു മാസം ശ്രദ്ധിക്കേണ്ടത്. അവരെ നിന്ദിക്കുവാനോ അവരെ എന്ത് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക,
അല്ലെങ്കിൽ അവരുടെ ശാപം തനിക്ക് വാങ്ങി വെക്കാൻ നോക്കരുത്. കാരണം 9ാം ഭാവം ഗുരുഭാവമാണ്, പിതാവിൻ്റെ ഭാവമാണ്, തൻ്റെ നന്മയുടെ ഭാവമാണ്, തൻ്റെ പുണ്യത്തിൻ്റെ ഭാവമാണ്. പാപത്തിലേക്ക് പോകാതിരിക്കുക, പാപരതിയിലേക്ക് പോകരുത്, പുണ്യം മാത്രം ചെയ്യുക. പരോപകാര പുണ്യായ പാപായ പരപീഡനം. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് എന്താണ്? പാപമാണ്. പുണ്യം എന്താണ്? പരോപകാര പുണ്യായാണ്. അന്യർക്ക് പരോപകാര പുണ്യായ, അന്യർക്ക് ഉപകാരം ചെയ്യാൻ ശ്രമിക്കുക, ഉപദ്രവം ചെയ്യരുത്. നല്ല ഫലമാണ് കർക്കിടക രാശിക്കാർക്ക്. തങ്ങളുടെ ആത്മവിശ്വാസത്തെ, ആത്മപ്രഭാവത്തെ വർദ്ധിപ്പിക്കാം. പ്രത്യേകിച്ച് ശനി 9ൽ വരികയാണ്. ഇത്രകാലം കണ്ടകശനി, അഷ്ടമശനി, അതിൽ നിന്നും മാറി ശനി 9ലേക്ക് വരുന്നതിന് വലിയൊരു പ്രത്യേകത കർക്കിടക രാശിക്കാർക്കുണ്ട്. എല്ലാ കർക്കിടക രാശിക്കാർക്കും ഒരു ശോഭനമായ ഒരു മാസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.